ഇന്ന് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് നമുക്കൊന്ന് അറിയാം. കാരണം ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളുണ്ട്. അതായത് ഒരു ശരീരത്തിൽ രോഗപ്രതിരോധന ശേഷി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതിനാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം ആക്ടിവേറ്റ് ചെയ്യുകയാണ്. കാരണം ഏത് വൈറസാണോ രോഗകാരണമാകുന്നത് ആ വൈറസിനെ തന്നെ അതിൻ്റെ വേറൊരു വേർഷനെ നമ്മൾ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് ബോഡിയെ കൊണ്ട് വളരെ ചെറിയ തോതിൽ അതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന പരിപാടിയാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ വാക്സിനേഷനും കൊടുക്കുന്നത്. അപ്പം ഈ ഇമ്മ്യൂണിറ്റിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, പല രീതിയിലുണ്ട്. അപ്പം ഇമ്മ്യൂണിറ്റി എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് ഇനറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് ഇനറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം. അത് ഒരു ബോഡി ചെയ്യുന്ന ഏതെല്ലാം തരത്തിലാണ്? ഒന്ന് സ്കിന്നാണ്. കാരണം ഒരു മ്യൂക്കോസൽ ബാരിയറാണ്. അതായത് ഒരു ബാരിയർ മെത്തേഡാണ്. കാരണം പുറത്തുനിന്ന് വരുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിനും നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിങ്ങിലൂടെ, ഒരു മ്യൂക്കോസൽ മെംബ്രെയിനിലൂടെ ബോഡി ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ബാരിയർ എന്നാണ് അതിന് പറയുന്നത്. രണ്ടാമത്തത് കെമിക്കൽ ബാരിയറാണ്. കെമിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൂക്കിൽ, നമ്മുടെ വായിൽ, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ, നമ്മുടെ ബോഡി പാർട്സുകളിൽ ഒക്കെ മൈക്രോ ഓർഗാനിസത്തിന് കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ വായിൽ കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സലൈവറി ഗ്ലാൻഡിലുള്ള അസിഡിറ്റി, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള അസിഡിറ്റി, ഇതെല്ലാം മൈക്രോ ഓർഗാനിസത്തെ കൊന്നുകളയും. വിയർപ്പ് തുള്ളികൾ പോലും ഒരു ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അതിന് കെമിക്കൽ ബാരിയർ എന്നാണ്. കാരണം എന്തെങ്കിലും കെമിക്കലുകൾ അസിഡിറ്റി കൂട്ടിയാണ് ആ പരിപാടി നടക്കുന്നത്. അടുത്തതാണ് സെല്ലുലാർ ബാരിയർ. സെല്ലുലാർ ബാരിയർ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഓരോ സെല്ലും ഉണ്ട്. ഈ ഓരോ സെല്ലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഡിഫൻസ് മെക്കാനിസം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിനെ സഹായിക്കുന്ന സംഭവമാണ് WBC എന്ന് പറയുന്നത്. ന്യൂട്രോഫിൽസ്, ബാസോഫിൽസ് അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളല്ല. ഇതാണ് ഇനറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നാച്ചുറലുണ്ട്, ആർട്ടിഫിഷ്യലുണ്ട്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരമുണ്ട്. ഒന്ന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നും നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതായത് ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കൊരു രോഗം ഉണ്ടായി, ഒരു ചിക്കൻ ബോക്സ് ഉണ്ടായി. ചിക്കൻ ബോക്സ് ഉണ്ടായി കഴിയുമ്പം അത് ഭേദമാകുന്നതോടുകൂടി അതിനെതിരെ പ്രവർത്തിക്കാനുള്ള, വൈറസിനെതിരെ പ്രവർത്തിക്കാനുള്ള ആൻറ്റിബോഡി നമ്മുടെ ബോഡി ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡിക്ക് പറയുന്നതാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. കാരണം രോഗം വന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ഉണർന്ന് വീണ്ടും ഈ രോഗാണുക്കളെ ശരീരത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുന്ന പരുവത്തിൽ ബോഡി ഒരു ഡിഫൻസ് ഉണ്ടാക്കിയിരിക്കുന്നതിനെയാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ബോഡി തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്ന. അടുത്തതാണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. അത് നമ്മുടെ ബോഡിയിലേക്ക് കടന്നു വരുന്നതാണ്, നാച്ചുറലായിട്ട് കടന്നു വരുന്നത്. രണ്ട് മെക്കാനിസമാണ് അതിന് മെയിനായിട്ട് പറയുന്നത്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്നത് ഒരു നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. എങ്ങനെയാണ് വരുന്നത്? കാരണം അമ്മയുടെ ബ്ലഡ് സെൽസിലും ബ്ലഡ് സർക്കുലേഷൻ കൊച്ചിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ പ്ലാസെന്റൽ സർക്കുലേഷനിലൂടെ കൊച്ച് ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റി. ഇനി രണ്ടാമതും ഉണ്ട്. കാരണം അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് അല്ലെ കൊളോസ്ട്രത്തിലൂടെ കുഞ്ഞ് ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റി. ഈ രണ്ട് ഇമ്മ്യൂണിറ്റിക്കും പറയുന്നത് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. കാരണം കൊച്ചിൻ്റെ ശരീരത്തിൽ ഇല്ല ഇത് മുഴുവൻ അമ്മയുടെ ശരീരത്തിൽ നിന്ന് അമ്മ കൊടുക്കുന്നതാണ്. അമ്മയുടെ ബ്ലഡിലൂടെയും അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെയും അമ്മ കൊടുക്കുന്ന എനർജിയാണ്. ഇനി ഇതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് തന്നെ നമുക്കറിയാം അത് നമ്മുടെ ബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കി മനുഷ്യൻ നിർമ്മിച്ച് ഔട്ട്സൈഡിൽ നിർമ്മിച്ച് ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ്.
അപ്പം അതിന് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ബോഡിയിൽ നിന്ന് ബോഡിയിൽ വരുത്തുന്നത് എങ്ങനെയാണ്? അതായത് എന്ത് രോഗാണുവാണോ നമുക്ക് രോഗകാരണമാകുന്നത്, ആ രോഗാണുവിനെ തന്നെ പിടിച്ച് അതിൻ്റെ ഒരു ചെറിയ വേർഷൻ നമ്മുടെ ബോഡിയിലേക്ക് കുത്തിവെച്ച് വേറൊരു ലൈവും ഉണ്ട്, ഡെഡ് വാക്സിനേഷനും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ അണുവിനെ നമ്മുടെ ബോഡിയിലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് ബോഡിയുടെ പ്രതിരോധ സംവിധാനത്തെ കൊണ്ട് അതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഒരു പനി ഉണ്ടായി അതിനെതിരെ ഒരു ഡിഫൻസ് മെക്കാനിസം ബോഡി ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിക്ക് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ബോഡി തന്നെ ഉണ്ടാക്കുക. ഇനി അടുത്തതാണ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. അതായത് ബോഡിക്ക് ഇല്ല, ബോഡിയിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. ബോഡിക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല, ബോഡിക്കുള്ളിലില്ല. പക്ഷെ ബോഡിയെ കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യിപ്പിക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ബോഡിയിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റിനെ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ്. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് പറയുന്ന പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. കാരണം ഇമ്മ്യൂണോഗ്ലോബുലിനാണ് നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം നിയന്ത്രിക്കുന്നത്, ഡിഫെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ നമുക്ക് പല അസുഖങ്ങൾക്ക് കൊടുക്കും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനൊക്കെ കൊടുക്കും. കാരണം എന്താ? ഡിഫൻസ് മെക്കാനിസത്തിന് പറ്റാത്ത നമ്മുടെ ബോഡിയെ കൊണ്ട് എന്തും പ്രതിരോധത്തെയും അതിജീവിക്കാനുള്ള എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. ഇതാണ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എവിടെ വരുന്ന ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം.